ഹലോ ഗൈസ്, ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മൾ നോർമലി ഓരോ ടിപ്സും ട്രിക്സൊക്കെയാണല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു എൻ്റെ ഉച്ച കഴിഞ്ഞ് എൻ്റെ വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞ് മോൻ ഉറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ ഈ ചെറിയ ബിസിനസ് ഉണ്ടല്ലോ, അത് ഉച്ച കഴിഞ്ഞിട്ടുള്ള പരിപാടി എൻ്റെ എന്തൊക്കെയാണെന്നാണ്. അപ്പം ഞാൻ പണിയെല്ലാം കഴിഞ്ഞ് കുളിച്ച് അങ്ങനെ കണ്ണാടിന് മുമ്പിലിരുന്ന് കാണിക്കുന്ന കോപ്രായമാണ്. പിന്നെ 2 പൂടൊക്കെ ഇങ്ങനെ മുമ്പോട്ട് വലിച്ചിട്ട് ഗ്ലാമറായി. ഞാനപ്പോൾ എനിക്കിന്ന് ഈ ഒരു ഫ്രെയിമിൻ്റെ കുറച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡ് നമ്മൾ ഇങ്ങനെ ഈ റെസിൻ ഒഴിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ ഇറ്റിറ്റ് വീഴും. അപ്പോൾ അതവിടെ ഡ്രൈ ആയി കിടക്കുമ്പോൾ നമുക്കിനി അത് സാൻഡ് ചെയ്ത് കളയണം. ഞാൻ പിന്നെ ഈ കമ്മലും മാലയൊന്നും ഇടാത്തതെന്ന് വെച്ചാൽ ഞാൻ വീട്ടിലിങ്ങനെ ഒരു സാധനം ഇടാറില്ല, ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കണം. അപ്പോൾ ഇതാണ് എൻ്റെ സാധനങ്ങളൊക്കെ കൂട്ടിയിട്ടേക്കുന്ന റൂം. അപ്പോൾ അവിടെ പോയിട്ട് സാൻഡ് പേപ്പർ തപ്പാണ്. അപ്പോൾ ഒരു കഷ്ണം കിട്ടിയപ്പോൾ അതിനകത്ത് ഉരച്ച് തീരാനായത്. അപ്പോൾ ഞാൻ വേറെ ഉണ്ടോ നോക്കണേ. അപ്പോൾ ഇങ്ങനെ എല്ലാം എടുത്ത് താഴെ വെച്ചിട്ടാണ് എനിക്കൊരു സാധനം എടുക്കണമെങ്കിൽ അങ്ങനെ തപ്പുകയാണ്. അപ്പോൾ അതിൽ കുറേ തപ്പിയപ്പോൾ ഇതിൻ്റെ സൈഡിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ വേണ്ട സാധനം ആവശ്യത്തിന് കിട്ടൂലല്ലോ. അങ്ങനെ അത് കിട്ടിയിട്ടുണ്ട്. ഇനി അതെടുത്തിട്ട് നമുക്ക് ഈ ഫ്രെയിം ഒന്ന് സാൻഡ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ കുറച്ച് പണികളാണ് ഇന്നുള്ളത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇവനെ എണീക്കുന്നതിൻ്റെ മുന്നേ എനിക്ക് തീർക്കുകയും വേണം. അതാണ് ഏറ്റവും വലിയ ടാസ്ക്. ഞാനപ്പോൾ ഇത് എടുത്ത് പുറത്ത് വന്നിരിക്കുകയാണ്. കാരണം പുറത്തേ വെട്ടമുള്ളൂ, എന്നുവെച്ചാൽ വീഡിയോ എടുക്കണമെങ്കിൽ പുറത്തേ വെട്ടമുള്ളൂ. അപ്പം ഞാൻ പുറത്ത് വന്നിരുന്ന് സാൻഡ് ചെയ്യാൻ തുടങ്ങി കേട്ടോ. നമ്മൾ ഈ മെഷീൻ വെച്ച് ചെയ്യുമ്പോൾ ഓവറായിട്ട് സാൻഡായി പോകും. കാരണം അവിടെ ഇങ്ങനെ ഡ്രോപ്പായിട്ട് വന്നിട്ട് അത് ഉണങ്ങി പിടിച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പം ഫുൾ ഉണ്ടാവില്ല, കുറച്ചേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഞാൻ മോട്ടർ ഇട്ട് വെച്ചിട്ടാണ് ഈ വന്നിരുന്ന് പ്രസംഗിക്കുന്നത്. അത് ഓഫാക്കാൻ പോയതാണേ. അപ്പോൾ ഇതിനെ പുറകിൽ കണ്ടോ, അതൊക്കെ സാൻഡ് ചെയ്തിട്ട് നമ്മുടെ അവിടെ കളറ് ഫെയ്ഡായതാണ് കേട്ടോ. നമ്മൾ വുഡിന് കളർ ചെയ്യുമല്ലോ, അപ്പോൾ ഇനി അതൊക്കെ ചെയ്യണം. അപ്പോൾ ഞാൻ സാൻഡ് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് ഈ ബ്രഷ് വെച്ചിട്ട് ഫുള്ളൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കട്ടെ. നമ്മൾ റെസിൻ വർക്ക് ഫുള്ള് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഫ്രെയിം ഒന്ന് മൊത്തത്തിലൊരു എന്താ പറയുക, അടിപൊളിയാക്കി എടുക്കണമല്ലോ, ഒരു ലാസ്റ്റ് ഫിനിഷിങ്ങിൻ്റെ പരിപാടിക്ക്. അപ്പോൾ അതിൻ്റെ താഴ്ഭാഗത്തും കുറച്ചിങ്ങനെ ആക്കും ഞാൻ ഉരച്ച് കളഞ്ഞു. ഇത് മറ്റേ ഏഷ്യൻ പെയിൻസിൻ്റെ കളറാണ്, ഇങ്ങനെ വുഡിലൊക്കെ അടിക്കുന്ന കളറല്ലേ. അപ്പോൾ അതാണ്, ഇത് രണ്ടും ഏകദേശം സെയിം കളർ. അപ്പോൾ ഇതിലേതായിരുന്നു എടുക്കുന്നതെന്നാണ് ഈ തപ്പുന്നത്. അങ്ങനെ നമുക്ക് ഫൈനലി ഞാൻ ഒരു കളർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പാത്രത്തിൽ വെച്ചിട്ട് തുണി വെച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നിലത്തായി. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഇങ്ങനെ ഞാൻ ഈ റെസിൻ്റെ വർക്കൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഷീറ്റ്, ഇത് ടേബിൾ ഷീറ്റാണ്. അപ്പോൾ കീറിപ്പോയപ്പോൾ ഞാൻ ഇങ്ങനെ ഈ വർക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അടിയിൽ വിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്താൽ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഈ അടിഭാഗം കെട്ടില്ല, അതൊക്കെ നല്ലോണം ഒന്ന് ഫുള്ള് പോളിഷ് ചെയ്ത് എടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു പണിയിലേക്ക് കടന്നിരിക്കുകയാണ്. കണ്ടോ, ഇപ്പോഴത്തെ ഇപ്പോഴുള്ള പോലെ ഇതാണ്. ഇനി നമുക്കിതൊന്ന് വൃത്തിയാക്കി എടുക്കണം. ഇത് കയ്യിലാവും കേട്ടോ, നല്ലോണം. അപ്പോൾ ഇതുപോലത്തെ പണിയൊക്കെ എടുക്കുമ്പോൾ ഗ്ലൗസ് ഉപയോഗിക്കണം. ഞാനിന്ന് ഇതിൻ്റെ കൂടെ തന്നെ ഉറപ്പിക്കുകയാണ്. ഞാനിട്ടില്ല, അതുകൊണ്ട് എൻ്റെ കയ്യിൽ നല്ലോണമായിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഫുള്ള് പണി. ഞാൻ വെച്ചാൽ എനിക്ക് പെട്ടെന്ന് തീർത്തിട്ട് വേണം എവിടെയെങ്കിലും ഇരിക്കാൻ, അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇവൻ എണീക്കുന്ന സമയത്തായിരിക്കും ഇത് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് കയ്യിലായി. ഇനി ഇത് 2 ദിവസം കഴിയാണ്ട് അപ്പോൾ കയ്യിൽ നിന്ന് പോരാ. ഇത് അപ്ലൈ ചെയ്താൽ വേഗം തന്നെ ഡ്രൈ ആയി കിട്ടും കേട്ടോ. എവിടെ ഇങ്ങനെ പറ്റി പിടിക്കുക, നമ്മൾ ഇങ്ങനെ ചെയ്തെടുത്ത് നമ്മൾ തൊട്ടാൽ പിന്നെ കയ്യിലാവുക, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇനി ഈ സൈഡും കൂടെ ചെയ്യാൻ കേട്ടോ. ഈ 4 സൈഡ് നമുക്ക് ഈ അപ്പുറത്തെ ഭാഗം ചെയ്യുന്ന പോലെയല്ല, സൈഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ മുമ്പിലോട്ടാവാണ്ട് നമ്മൾ കറക്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ മറ്റേ ഫ്രെയിമിൻ്റെ ഫ്രണ്ട് ഭാഗത്തും കൂടെ അത് സ്പ്രെഡ് ആയിട്ടുണ്ടെങ്കിൽ കാണാൻ ഭയങ്കര വൃത്തികേടായിരിക്കും. അപ്പോൾ നമ്മളൊരു റെസിനാർട്ട് എന്ന നിലയിൽ ഇതൊക്കെ ഭയങ്കര പണി പിടിച്ച പണിയാണ്. ഞാനിപ്പോൾ ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ഫോൺ ആദ്യം മുകളിലായിരുന്നു വെച്ചത്, പിന്നെ താഴെ വെച്ച് മറന്നുപോയി. അപ്പം ഞാൻ ആ മുകളിലാന്ന് വെച്ചിട്ട് ആദ്യം അവിടെ പോയി കൈ കാണിച്ചു. അതാട്ടോ ഞാൻ അങ്ങനെ ചിരിച്ചത്. അപ്പോൾ നമ്മുടെ ആ ഒരു പണി കഴിഞ്ഞിട്ടുണ്ട്. മുകളിലും താഴെയും സൈഡിലൊക്കെ അടിച്ചു കഴിഞ്ഞു. ഈ കൈ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ ഭയങ്കര സങ്കടമുണ്ട്, അതിന് കയ്യിൽ നിന്ന് പോവില്ല, അതാണ്. അപ്പോൾ ഈ ഒരു ഫ്രെയിമാണ് നമുക്കിത് തമിഴ്നാട്ടിൽ നിന്നുള്ളൊരു ഫ്രെയിമാണ് കേട്ടോ. അപ്പോൾ ആ ഒരു പണിയൊക്കെ കഴിഞ്ഞു. ഇനി അകത്ത് പോയിട്ട് സായു കളിച്ച ഈ ഒരു ഐറ്റംസ് മൊത്തം ഉണ്ട്, അത് ഞാൻ ഇനി എടുത്ത് പെറുക്കി വെക്കണം. ഇവൻ എണീക്കാൻ കുറച്ച് ചെറിയ സൗണ്ട് മതി. അപ്പോൾ ആ ഒരു സൗണ്ടും കൂടി ഇല്ലാണ്ടാണ് ഞാനതൊക്കെ പെറുക്കിയിടുന്നത്. ഇതിൻ്റെ കുറേയൊക്കെ ഞാൻ എടുത്തിട്ട് അപ്പുറത്തോണ്ട് വെച്ചേക്കുക. കാരണം എല്ലാം വലിച്ചിടും, മൊത്തം അവനിങ്ങനെ നിരന്ന് കിടക്കണം കളിപ്പാട്ടം മൊത്തം, എന്നിട്ട് ഇരുന്ന് കളിക്കണം, അങ്ങനെയാണ്. അപ്പോൾ അവൻ ഉറങ്ങുമ്പോഴാണ് ഞാനിതൊക്കെ എടുത്ത് ക്ലീനാക്കി വെക്കുക. അപ്പോൾ രാവിലെ ഇത് വലിച്ചിട്ടുകൊണ്ട് ഞാൻ അവിടെ ഒന്നും അടിച്ചു വാരിയിട്ടില്ലായിരുന്നു. ബാക്കി മൊത്തം അടിച്ചു വാരി, പക്ഷെ അവിടെ അടിച്ചു വാരിയിട്ടില്ലായിരുന്നു, കാരണം അവൻ സമ്മതിക്കില്ല. അപ്പോൾ ഉറങ്ങിക്കഴിഞ്ഞതെല്ലാം പെറുക്കി വെച്ച് ഇനി അടിച്ച് വാരിയിട്ട് അവിടെ തുടച്ചിടണം. പിന്നെ വേറൊരു വിറ്റെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഞാൻ പെറുക്കി വെക്കുന്ന വെറുതെയാണ്. അവൻ എണീറ്റ് ഇപ്പം അത് വലിച്ച് പിന്നെ അങ്ങനെ തന്നെ ഇടും. കുറച്ച് നേരമെങ്കിലും എല്ലാം ഒതുങ്ങി ഒന്ന് ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്കുള്ള പരിപാടിയാണ്. ഇതിപ്പോൾ ഇവന് കളിക്കാനായിട്ട് ഇടുന്ന പായ കേട്ടോ. നിലത്ത് തണുപ്പല്ലേ, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പായ ഇട്ടിട്ട് അതിനകത്താണ് കളിക്കാനിരുത്തുക. അപ്പോൾ ഒതുക്കലും പെറുക്കലൊക്കെ കഴിഞ്ഞു, അടിച്ചു വാരലും എല്ലാം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും
ഞാനൊരു സൈഡായിട്ടാണ്. എന്നുവെച്ചാൽ കാണുമ്പോൾ സിമ്പിളാണ്, പക്ഷേ ഇതൊക്കെ ചെയ്ത് വരുമ്പോൾ കുറേ ടൈം എടുക്കും. ഈ വൃത്തിയാക്കലാണ് ഏറ്റവും വലിയ പാട്. അപ്പോൾ ഇന്നത്തെ ഏകദേശം തിരക്കൊക്കെ കഴിഞ്ഞു. ഇനി അവൻ എണീക്കാൻ നേരമാകുമ്പോഴത്തേക്കും ചായയൊക്കെ വെക്കും. അപ്പം ലൈറ്റൊക്കെ ഓഫാക്കുകയാണ്. എല്ലായിടത്തും ലൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. കാരണം എന്തെങ്കിലും വീഡിയോ എടുക്കണമെങ്കിൽ അകത്ത് ലൈറ്റ് വേണ്ടതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, എല്ലാ ലൈറ്റും ആദ്യം തന്നെ ഇട്ട് വെക്കും. അപ്പോൾ ഇതെല്ലാം കഴിയുമ്പോൾ ഞാനെല്ലാം ഓഫാക്കാം. അങ്ങനെ ഇന്നത്തെ ഏകദേശം ചടപട പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി അവൻ എണീക്കുന്നവരെ കുറച്ച് നേരം ഫോൺ തോണ്ടിരിക്കണം. അപ്പം ഓക്കെ, ബൈ.